Morning, sir. Yes, good morning, Saila. Yes, let us start. Okay, Samila. Okay, let us start. Okay, Soumya. Yes. Okay, Shri, let us start. Okay. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇഫ് എന്ന് പറയുന്ന ഒരു ക്ലോസിനെ കുറിച്ച് പറയുകയും ആ ക്ലോസിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇഫ് യു വർക്ക് യു വിൽ പാസ് ഇഫ് യു വർക്ക് യു വുഡ് പാസ് ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ് ഇതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യം ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നമ്മൾ സൂചിപ്പിച്ചത് യെസ് അപ്പൊ ഇന്ന് നമുക്ക് പുതിയ ഒരു സംഗതിയിലേക്ക് കടക്കാം അപ്പോ അങ്ങനെ നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം സൗമ്യ ഓക്കെ അപ്പൊ സൗമ്യയോട് ഞാനൊരു കാര്യം ചോദിക്കുക സൗമ്യ ഇപ്പൊ ഒരു ജോലിയില് ഇന്റർവ്യൂവിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അതൊന്ന് ചോദിച്ചു പക്ഷെ അത് ക്വസ്റ്റ്യൻ കുറച്ച് പാടായിട്ട് തോന്നി സാർ ഏതായിരുന്നു ചോദിച്ചത് ഏതാണ് ചോദിച്ചത് Why should we appoint you? Why should we appoint you? അല്ല അതവിടെ നിൽക്കട്ടെ ഓക്കെ why should I appoint അതവിടെ നിൽക്കട്ടെ യെസ് അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇപ്പൊ സൗമ്യത്തിന് ഞാൻ വേറൊരു കാര്യം പറയുകയാണ് ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം അതല്ല വേറൊരു ചോദ്യം ചോദിക്കും വളരെ കാര്യമായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും സൗമ്യത്തിന് പറയുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അല്ലെങ്കിൽ വാട്ട് ആർ യുവർ സ്ട്രെങ്ത് എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ഒരു ചോദ്യമാണ് ചോദ്യം വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഒരെണ്ണോട്ട് പറയണമെന്നില്ല ഒന്നിൽ കൂടുതൽ പറയാനുണ്ടാകും യെസ് പറയൂ സൗമ്യനോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ എന്താണ് അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ് എന്ത് തോന്നുന്നു സൗമ്യ സൗമ്യയുടെ ഇതുവരെയുള്ള അനുഭവം ജീവിതവും വെച്ചിട്ട് സൗമ്യക്ക് എന്ന് തോന്നുന്നു എന്റെ ജീവിതത്തില്
എന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ചിലപ്പോ ചില ആളുകൾ നമ്മൾ ഭയങ്കരമായിട്ട് ചീത്ത പറയും, പക്ഷെ നമുക്കത് ഇഷ്ടമില്ല. അത് നമ്മുടെ സ്ട്രെങ്ത് ആണ്, നമ്മൾ ഡെസ്പ് ആവില്ല. യെസ്, പരാജയം ഒരിക്കലും നമ്മളെ പിന്തിരിപ്പിക്കില്ല. യെസ്, അതൊക്കെ ഒരു സ്ട്രെങ്ത് ആണ്. അതുപോലെ സൗമ്യക്ക്, അതായത് സനിലെ നോക്കി പറയാ, കീർത്തനം പറയാ, തസ്നി പറയാ, നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെങ്ത് എന്താണ്? എപ്പോഴാണ് എന്റെ ജീവിതത്തിൽ പറയുന്നത്? My strength is my belief, my making power. My strength is my belief എന്നാണ് പറഞ്ഞത്. Yes, belief. Okay, correct. I believe myself. Yes. I have confidence in. I have confidence. Okay. Correct ആണ്, പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്. If any problem, Yes. I will take appropriate decision. Yes. How to recover the problem. Yes. Okay. And to how to escape from that situation or recover that situation. Okay. അത്രയുള്ളൂ സൗമ്യ? ഇനിയോ? Then I believe myself in God. Yes. Then most of my strength is that I have strong determination about myself. Yes. To make a strong decision making capacity. Yes. Then and also communication ability. Yes. And a loving character. I like all people. Yes. If any people hurt me, I don't like that. Yes. Anyway, I love everyone. Yes. I like friendship very much. Yes. That's so. Okay. Very good. Okay, സൗമ്യ, നമുക്ക് വിശകലനം ചെയ്യാം നമുക്ക്. Okay. സമയം നമുക്ക് എടുക്കാം. സനീല വീസ്. അപ്പൊ ജിനി ജോണി ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്. ഇത് പല സ്ഥലത്തും ചോദിക്കുന്ന ഇന്റർവ്യൂലൊക്കെ ചോദിക്കും, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്, നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് അറിയാം, നെഗറ്റീവ് സൈഡ് അറിയാം. എന്താണ് നിങ്ങളുടെ പോസിറ്റീവ്? ആ പോസിറ്റീവ് സൈഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് മുഴുവൻ നിങ്ങളുടെ സ്ട്രെങ്ത് ആണ്. അപ്പൊ അതൊന്ന് ക്രോഡീകരിച്ച് വെച്ചോളൂ. ഇനി സനില, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? സനില, സർ, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? സനിലയുടെ ജീവിതത്തിലെ ഒരു ധൈര്യം എന്ന് പറയുന്നത് എന്താണ് ജീവിതത്തിൽ? ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അല്ലേ? Yes, I always maintain honesty in life. Then. Yes. പെട്ടെന്ന് ചോദിച്ചപ്പോ ഇത് ചോദ്യങ്ങൾ എപ്പോഴും പെട്ടതായിരിക്കും. നമ്മൾ വിചാരിക്കാത്ത ചോദ്യമാണ് ചിലപ്പോൾ ചോദിക്കുക. വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ സിൻസിയറിറ്റി. യെസ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. സമയം ആലോചിച്ചു, അല്ല ശരീരം കൂടി ആലോചിച്ചോളൂ. നോ പ്രോബ്ലം. ഓക്കെ. അപ്പോ ഇനി അടുത്തത് ഞാൻ പറഞ്ഞ തസ്നി തൻവീർ. Okay, sir. What is your strength in your life? തസ്നിയുടെ ജീവിതത്തിലെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞല്ലോ. വാട്ട് ഈസ് സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? കീർത്തന ഒന്ന് റെഡി ആയിക്കോളൂ. യെസ്. Focus on a person
positive attributes and abilities, highlighting how the strength have been used to achieve goals and overcome challenges. ഓക്കെ 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 അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ പറഞ്ഞോളൂ. ഇത് തസ്നിയുടെ ജീവിതത്തിലോട്ട് വരും. I am certain that because of my strength, I am good at what I do. However, യെസ് I do have weakness that I have to overcome and improve. യെസ് And my strength is myself, യെസ് and I can do my overconfidence. യെസ് I can anything I can do. യെസ് And my strength, my backbone, my husband. യെസ് And okay, that's all. I don't know what. ഓക്കെ ഓക്കെ തസ്നി വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ 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 യെസ് ഇനി ആരാണ്? ജിനി പറയാം. വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? ജിനി ജോണി, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? സാർ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. യെസ്, അതിന്റെ പ്രിപ്പറേഷൻ ജിനിയുടെ ജീവിതത്തോട്ട് നോക്കിയാൽ പോലെ. വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? സാർ ഒന്നൊന്ന് നോക്കാം. മൈ സ്ട്രെങ്ത് ഈസ് എന്ന് പറയാൻ തുടങ്ങിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് സ്പോണ്ടേനിയസ് ഓർമ്മ. നമ്മൾ ചിന്തിച്ചിട്ട് പറയണല്ല, അതൊക്കെ നമ്മളിങ്ങനെ ആ സമയത്ത് പറയണം, നമ്മളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കണം ഈശ്വരൻ. വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? ജീവിതാനുഭവങ്ങളൊക്കെ ഉള്ള ഒരാളല്ലേ, തീർച്ചയായിട്ടും പറയാൻ പറ്റുമല്ലോ. ഓക്കെ, കീർത്തന വിനോദ് പറയൂ. കീർത്തന, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? Achieving mind is my strength. So, Achieving mind. yes, okay, achieving an aim is my strength. Okay. Everyone asking if not possible things happened in my life. Achieving mind is. അതാണ് എന്റെ സ്ട്രെങ്ത്. ഓക്കെ ഇനി അത് കൂടാതെ എന്തെങ്കിലും അത് പിടികിട്ടി? ഓക്കെ ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നടത്തി കൊടുക്കും. സമയമെടുക്കും. ആരും ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിക്കുക, നിന്റെ ലൈഫിൽ അങ്ങനെ ഒരു കാര്യം നടക്കത്തില്ലെന്ന് പറയുന്ന കാര്യം നമ്മൾ നടത്തി കാണിച്ചു കൊടുക്കും, പക്ഷെ സമയമെടുക്കും. യെസ്, ഓക്കെ വെരി ഗുഡ്. അപ്പൊ അങ്ങനെ നടത്തി കാണിച്ചു കൊടുക്കാൻ മനസ്സുണ്ട്, അത് തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, ഒന്നുകൂടി ആലോചിച്ചോളൂ കീർത്തന, ഒന്നുകൂടി ആലോചിച്ചോളൂ. ഓക്കെ ജിനിയും ആലോചിച്ചോളൂ. നെജിമ നവാസ്, നെജിമ പറയണത് തെറ്റിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞോ, നോ പ്രോബ്ലം. നെജിമ. ജിഷ്ണ പ്രകാശ്, ജിഷ്ണ യെസ്. ഇനി അഭിജിത്ത് ബേബി. യെസ്. ജിജിമോൾ റിജേഷ്, ജിജിമോൾ. എന്ത് പറ്റി? എല്ലാവരും പിന്നോട്ട് വരികയില്ല, അല്ലെങ്കിൽ എല്ലാവരും ചാടി വീഴുന്നതാണല്ലോ. യെസ്. സഫീറ. പറഞ്ഞോളൂ. അപ്പൊ ആര്യ, ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ട് ഈസ് ദ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിലെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ പറഞ്ഞോളൂ. സഫീറിന്റെ ജീവിതത്തിലെ സ്ട്രെങ്ത് എന്താണ്? My strength is my parents, യെസ്. who support me at every stage in my life. ഓക്കെ. My parents give more advice, and he guide me ഓക്കെ
in every moment of my life, Yes. especially my father. Yes. He is very supportive Yes. and encourage me in every things. Okay. My parents are like a guiding Yes. light to who take me right path. Yes. My mother is a housewife, Yes. but she is a good, strong woman. Yes. Like a strong woman And very supportive. Yes. and supportive. I am a single child Yes. because he supported my every ambition. Okay. 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 I want to become a doctor, my ambition, Yes. but financially uh, weak. I am my family very financially weak, but Yes. he they എന്താ പറയാ അവരെനിക്കൊരു ഹോസ്പിറ്റൽ ഫീൽഡിൽ ഒരു ജോലി ആക്കി തന്നു. Yes. Very good. Very good. Very good. Though I needed to become a doctor, I became an employee in ഹോസ്പിറ്റൽ ഫീൽഡ്. hospital. Okay. 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 I love my parents. Okay. Okay. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ സഫീറ, നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയത് നമ്മുടെ മക്കളെ കൂടെ നമുക്ക് പൂർത്തിയാക്കാം. ഓക്കെ, ആര്യ വേണുഗോപാൽ, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? ഓക്കെ സഫീറ, ആര്യ വരുമെന്ന് വിശ്വസിക്കാം. സൂര്യ സുരേന്ദ്രൻ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫർസാന നമ്മളോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, സൂര്യ പറയാമോ, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? യെസ് സർ, പറയാം. ഓക്കെ ഓക്കെ, ഫർസാന വന്നേക്കാം, വരാം വരാം വരാം. ഫർസാന പുറത്താണ്. ഓക്കെ ഓക്കെ ഫർസാന, വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. പറഞ്ഞോളൂ സൂര്യ. My core strength is ability to adapt is my core strength, with my and effective communication skills. I'm a well organized, which easily adapt to new condition, new work environment. Yes. അത്രയുള്ള സൂര്യ? അത്രേ ഉള്ളൂ സർ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ജിനി, ജിനി ഒന്ന് ആലോചിക്കാൻ സമയം തന്നാണ് ജിനിക്ക്. ഇത് പറയുന്നത് റെഡിയാണോ? അറിയൂ റെഡി? ജിനി ജോണി. ഓക്കെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. നിങ്ങളിവിടെ വളരെ കൃത്യമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞു, ഓരോരുത്തരും പറഞ്ഞു. പക്ഷെ നമ്മൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ ആ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരാൾ പറഞ്ഞു മൈ പാരന്റ്സ് ആണ് എന്റെ ജീവിതത്തിൽ സപ്പോർട്ട്, എന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു. അതിന്റെ അപ്പുറത്ത് ഒരാൾ പറഞ്ഞു മൈ ഹസ്ബൻഡ് ഈസ് മൈ സപ്പോർട്ട് എന്ന് പറഞ്ഞു. നമ്മളെ കാര്യം ശരിയൊക്കെ സപ്പോർട്ടാണ്. പക്ഷെ ഒരു ജോലിയുടെ ഇന്റർവ്യൂ നമ്മൾ ചെല്ലുമ്പോൾ അത് നിങ്ങൾ പറയണ്ട എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ചിലപ്പോ നമുക്ക് ഈ ജോലി കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ വേറെ സ്ഥലത്താണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ കൂടെ പാരന്റ്സ് ഇല്ല എങ്കിൽ നിങ്ങൾ സപ്പോർട്ടീവ് ആവില്ല, അല്ലെങ്കിൽ പറ്റില്ല, അങ്ങനെ കുറച്ച് ചിന്തകൾ അവർക്ക് വരണ്ട. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ഉള്ളിലുണ്ടായിക്കോട്ടെ. വേറെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നിങ്ങളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. കാരണം ഒറ്റയ്ക്ക് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ വരും. അത് ഏറെക്കുറെ കുറച്ചും കൂടി അടുത്ത് നിന്ന് പറഞ്ഞത് സൂര്യ സുരേന്ദ്രനാണ്. കുറച്ചുകൂടി ആ ഒരു വിഷയത്തിൽ ഒന്നിക്കൊണ്ട് പറഞ്ഞത് സൂര്യ സുരേന്ദ്രൻ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിന്റെ അത് 2-3 പോയിന്റ്സുകൾ വെറുതെ നോക്കാം. ഇപ്പൊ നമ്മളൊരു ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിലായിരിക്കും, കുറച്ചങ്ങനെ മാറിയിട്ട് കുറെ ദൂരെ ആയിരിക്കും, വേറെ സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ അത് വേറെ സ്ഥലത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മാറി വേറെ സാഹചര്യങ്ങളിലേക്ക് വരികയാണ്. ആ മാറിയ സാഹചര്യമായിട്ട് നമുക്ക് ഇപ്പൊ പൊരുത്തപ്പെടാൻ കഴിയില്ല. പക്ഷെ നമ്മൾ പറയണ ഏത് സാഹചര്യത്തിലും എനിക്ക്
അതിന് പൊരുത്തപ്പെടാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അതെന്റെ സ്ട്രെങ്ത് ആണ്. എന്നെ കൊണ്ടുപോയി വെള്ളത്തിലിട്ടോ ഞാൻ നീതി കയറും, എന്നെ കൊണ്ടുപോയി കരയിലിട്ടോ ഞാൻ അവിടെ നടന്നു പോകും എന്ന് പറഞ്ഞ പോലെ അതിപ്പോ നമുക്ക് പറയാം മൈ സ്ട്രെങ്ത് ഈസ് മൈ അഡാപ്റ്റബിലിറ്റി. എന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ജോലിക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞോ. ജോലി മൈ സ്ട്രെങ്ത് ഈസ് മൈ അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റ് ചേഞ്ച് അക്കോർഡിംഗ് ടു സർക്കംസ്റ്റൻസസ്. ഏത് സാഹചര്യത്തിലാണോ ഞാനുള്ളത് ആ സാഹചര്യത്തിനനുസരിച്ച് അങ്ങോട്ട് മാറുക എന്നുള്ളതാണ് അത്. അവിടെ ഒരാളായിട്ട് മാറുക, അല്ലാതെ എനിക്ക് ഇന്ന് കിട്ടിയില്ല അതിന് വേണ്ടി വിഷമിച്ചിരിക്കുക എന്നുള്ളതല്ല. ആ സാഹചര്യം അപ്പം എനിക്ക് അത് നമുക്ക് പറയാം മൈ സ്ട്രെങ്ത് ഈസ് മൈ അഡാപ്റ്റബിലിറ്റി. അത് ഏതാണ്ട് അതേ സംഗതി തന്നെ സൂര്യൻ വേറൊരു രീതിയിൽ പറഞ്ഞു മറന്നു. യെസ്. പിന്നെ ജോലിയിൽ എപ്പോഴും ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ജിനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ശത്രു എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പൊ ആ സമയത്ത് ജിനി ഡോക്ടറും ആ ശത്രു ഒരു പേഷ്യന്റ് ആയിട്ട് അവിടെ വരികയും ചെയ്യുന്നു. ആ പേഷ്യന്റിന് ഓപ്പറേഷൻ ചെയ്യുന്നത് ജിനി എന്ന് പറയുന്ന ഡോക്ടറാണ്. ഇവിടെയാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്, ജിനി അപ്പോ പഴയ ശത്രുത കാണിക്കൂ അല്ലെങ്കിൽ അയാളെ രക്ഷിക്കാൻ നോക്കൂ? അപ്പോ ജിനി ഒരിക്കലും എനിക്ക് തോന്നുന്നു പഴയ ശത്രുത ഇവനെ കിട്ടാ. പറയൂ ജിനി, ഇതിന്റെ അഭിപ്രായം പറയും. അല്ല, ഞാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞത്. യെസ്, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അവിടെ രക്ഷിക്കും. രക്ഷിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് തല്ലു പിടിക്കാം, അത് വേറെ കാര്യം അല്ലെ. രക്ഷിക്കും, കാരണം എന്താണ്, അതൊരു എത്തിക്സ് ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പിന്നീട് അത് പറയാം, ഐ ഹാവ് സ്ട്രോങ് വർക്ക് എത്തിക്സ്. എനിക്ക് ഞാൻ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയിലെ എത്തിക്സ് ഞാൻ കീപ്പ് ചെയ്യും കേട്ടോ. അത് എന്റെ ഒരു കഴിവാണ്. എന്നെ ഏൽപ്പിക്കുന്ന ജോലി എന്താണോ അതിന്റെ എത്തിക്സ് വിട്ടിട്ട് ഞാൻ പെരുമാറില്ല. ദാറ്റ് ഈസ് മൈ നെക്സ്റ്റ് സ്ട്രെങ്ത്. അതെന്റെ സ്ട്രെങ്ത് ആണ്. യെസ്. അപ്പൊ ഇപ്പൊ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലും ഇതുള്ളത് കൊണ്ടാണ് എന്നെ അവർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു പരോക്ഷമായ സൂചന ഞാൻ പറയാം. നമ്മൾ ആദ്യം പറഞ്ഞു ഐ ഹാവ് സ്ട്രോങ് അഡാപ്റ്റബിലിറ്റി, ഐ ഹാവ് സ്ട്രോങ് വർക്ക് എത്തിക്സ്. എനിക്ക് വർക്ക് എത്തിക്സ് ഉണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം എന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആര് എന്ത് കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാലും ആ പറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ ഫിനിഷ് ചെയ്യും. അല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ ഏൽപ്പിച്ച് ഇത്രാന്തി തരാന്ന് പറഞ്ഞാൽ ആ ദിവസം കൊടുത്തിരിക്കും. കാരണം ഒരു വാക്ക് പോലെ ഈ വാക്ക് എന്ന് പറയുന്ന സംഗതിക്ക് വില കൽപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പോൾ പറയുന്ന വാക്കില്ലേ, ചിലപ്പോൾ ആ വാക്കിന് വില കൽപ്പിക്കുന്ന ഒരാളോടാണ് നമ്മൾ വാക്ക് പറയണമെങ്കിൽ നമ്മുടെ വാക്കിന് അന്ന് ഒരുപാട് വില കൽപ്പിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും ചെയ്യും. അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഞാനത് വെറുതെ പറഞ്ഞതാണ് എന്ന് പറയാൻ പറ്റും. യെസ്. അപ്പോ അങ്ങനെ നമ്മൾ പറയുന്ന വാക്ക് അതിന് നമ്മൾ വില കൽപ്പിക്കുന്ന ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ കാരണം ഒരാൾ 10 മണിക്ക് വരാന്ന് പറഞ്ഞാല് 9:59 ഞാൻ അവിടെ ഉണ്ടാവും. എനിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരും. യെസ്. അപ്പൊ വേറെ സമയം അല്ലെ, കുട്ടികൾ വൈകി ക്ലാസ്സിലേക്ക് വരുന്നു. ആ വൈകി ക്ലാസ്സിലേക്ക് വന്നത് അല്ല, കുട്ടികളല്ല, ടീച്ചർ വൈകി ക്ലാസ്സിലേക്ക് വരുന്നു 5 മിനിറ്റ് വൈകി. അപ്പോ ആ ക്ലാസ്സിൽ 60 കുട്ടികളുണ്ട്. 60 പേരുടെയും 5 മിനിറ്റ് വെച്ച് പോയി. 60 × 5 300 മിനിറ്റ് അവിടെ നഷ്ടപ്പെട്ടു. 300 മിനിറ്റ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു 5 മിനിറ്റ് ടീച്ചർ വൈകുമ്പോൾ മൊത്തം നഷ്ടപ്പെടുന്നത് 300 മിനിറ്റ്. വാല്യൂ ഓഫ് ടൈം. യെസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അടുത്ത് പറയാം, ഐ വിൽ കംപ്ലീറ്റ് ദ വർക്ക് ഗിവൻ ടു മീ ഓൺ ടൈം. ഞാൻ എത്തിക്സ് ഉണ്ട്, സാഹചര്യത്തിനനുസരിച്ച് എനിക്ക് മാറിയ കാര്യങ്ങൾ ചെയ്യും. അതിനോടൊപ്പം തന്നെ ഐ വിൽ കംപ്ലീറ്റ് മൈ വർക്ക് ഗിവൻ ടു മീ ഓൺ ടൈം. കൃത്യസമയത്തിനുള്ളിൽ എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ ചെയ്യും. അത് എന്റെ ഒരു സ്ട്രെങ്ത് ആണ്. ഇതുകൊണ്ട് തന്നെ പല ആളുകളും എന്നെ ഏൽപ്പിക്കാറുണ്ട് പല കാര്യങ്ങളും. അതാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ ഒരുപാട് സാഹചര്യങ്ങളെല്ലാം കണ്ടിട്ട് അതിൽ നിന്ന് മോട്ടിവേഷൻ ഉൾക്കൊണ്ട് വളർന്നു വന്ന വ്യക്തിയാണ് ഞാൻ. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ ഞാൻ ജനിച്ചപ്പോ ഇങ്ങനെ ആയതല്ല. ഐ വാസ് നോട്ട് വിത്ത് സിൽവർ സ്പൂൺ ഇൻ മൈ മൗത്ത്. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയില് പറയുന്നത് ഒറ്റയ്ക്ക് വഴിവിട്ടി വരാം. അപ്പൊ നമ്മളത് പറയുമ്പോ ഒരു അഹങ്കാരം വരരുത്. അത് കേൾക്കുമ്പോ കേൾക്കണാക്കും തോന്നരുത് എന്ത്
ഇത്തിരി കടന്ന കൈയായി പോയില്ല. അപ്പൊ നമുക്കൊരു പറ്റും സെൽഫ് മോട്ടിവേറ്റ്, സെൽഫ് അങ്ങോട്ട് കളയാം. ഐ ആം എ മോട്ടിവേറ്റഡ് പേഴ്സൺ, ഐ ആം എ മോട്ടിവേറ്റഡ്. ഞാനിങ്ങനെ പല മോട്ടിവേഷനോട് കടന്നു വന്നിട്ടുള്ള വ്യക്തിയാണ്. ഇനി ജീവിതത്തില് ചില കാര്യങ്ങൾ നമ്മളുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതേ ചെയ്യും, ഒന്ന് മാറി ചിന്തിക്കില്ല, അല്ലേ? മാറി ചിന്തിക്കണം, അതാണ് ചലഞ്ചസ് എന്ന് പറഞ്ഞ വെല്ലുവിളി. എന്നും ഒറ്റ രീതിയല്ല, ഒരു ചേഞ്ച്. ഇത് ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കുന്ന അറിയണമല്ലോ, അല്ല? ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ഒരു വെല്ലുവിളി സ്വീകരിക്കണ്ടേ? യെസ്. അപ്പൊ അതൊരു ചലഞ്ചാണ്. അപ്പൊ നമുക്ക് പറയാം, ജീവിതത്തിൽ വെല്ലുവിളികൾ സ്വീകരിക്കാനായിട്ട് ഞാൻ എപ്പോഴും ജിജ്ഞാസ കാണിക്കുന്നത്. ഐ ആം ക്യൂരിയസ് ടു ടേക്ക് ന്യൂ ചലഞ്ചസ്. പുതിയ പുതിയ വെല്ലുവിളികൾ വരുമ്പോൾ അത് ഏറ്റെടുക്കാനായിട്ടുള്ള ധൈര്യം അല്ലെങ്കിൽ അതിനോടൊരു ജിജ്ഞാസ, താല്പര്യം എനിക്കുണ്ട്. അതെന്റെ സ്ട്രെങ്താണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുകൊണ്ട് പറഞ്ഞേക്കാം കേട്ടോ. അല്ലാതെ നമ്മള് മറ്റു കാര്യങ്ങളൊക്കെ വിട്ടിട്ട്, കാരണം നിങ്ങളെയാണ് ജോലിക്കെടുക്കുന്നത്. കൂടെ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഭർത്താവോ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കത്തിലേക്കുണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, വിവാഹിതരാണെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഉള്ള നിങ്ങളുടെ രീതി വെച്ച് നോക്കിയിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആകെ മാറിപ്പോയില്ലേ? മൊത്തത്തിൽ മാറിയില്ലേ? വിവാഹം കഴിഞ്ഞ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴേക്കും സ്വഭാവത്തിന്, ചിന്തയില്, പറയുന്നതിന് ഒക്കെ തസ്ലീം പറഞ്ഞ കറക്റ്റാണ്, ഭയങ്കര വ്യത്യാസം വന്നില്ലേ? അത്രയും നാളും എന്റെ മരത്തിൽ കയറി ചാടി ഓടി നടന്നിരുന്ന ആളല്ല പിന്നീട് എന്റെ ഡിഫറെന്റ് ആയി. ഞാനിത് പല കുട്ടികളുടെ നടന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള മറ്റു കുട്ടികളൊക്കെ അവരുടെ സ്വഭാവം നമുക്കറിയാലോ, തമാശയും കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. പക്ഷെ വിവാഹം കഴിഞ്ഞതോടുകൂടി വളരെ വളരെ പക്വതയുണ്ട്. അത് അങ്ങനെയൊന്നുമില്ല സാറേ, അതിന് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ഉപദേശിക്കും. ഇന്നലെ വരെ അടിച്ചുപൊളിയായിട്ട് നടന്ന ആളാണ്, പക്ഷെ എന്റെ ഡിഫറെന്റ്. യെസ്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ സൂചിപ്പിച്ചു, നമുക്ക് അഡാപ്റ്റബിലിറ്റി ഉണ്ട്, ജോലി സംബന്ധമായ ഒരു എത്തിക്സ് പാലിക്കുന്നവരാണ്, എന്തെങ്കിലും ഒരു ജോലി തന്നു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുന്ന ആളാണ്, എന്തെങ്കിലും നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അതിനോടൊപ്പം തന്നെ ജീവിതത്തിലെ വെല്ലുവിളികൾ നമ്മൾ സ്വീകരിക്കാനായിട്ട് വെല്ലുവിളികൾ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ കമ്പനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, അങ്ങനെ ഒരു വെല്ലുവിളികൾ സ്വീകരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ പുതിയ പ്ലാന്റിലേക്ക് ഈ പുള്ളിനെ വെക്കാം, അല്ലെങ്കിൽ ഇയാളെ വെക്കാം, അല്ലെങ്കിൽ അവിടെ പ്രശ്നബാധിതമായ സ്ഥലമുണ്ട്, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇയാൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നം അങ്ങനെ നമ്മൾ അവർക്ക് ആവശ്യമാണ് എന്ന് അവർക്ക് തോന്നണം. യെസ്. ഇതേപോലെയുള്ള ക്വാളിറ്റീസ് നമുക്ക് ഉള്ളത് കൊണ്ടാണ് വൈ ഷുഡ് യു ഹയർ മീ, എന്തുകൊണ്ട് നിങ്ങൾ അതിന് ജോലിക്കെടുക്കുന്നത്? നമ്മുടെ സ്ട്രെങ്ത്, ഇത്രയും സ്ട്രെങ്ത് ഉള്ള ആളാണ് ഞാൻ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്കെടുത്താല് ഓക്കെ. അപ്പൊ നമുക്ക് സനിലയാണ് വളരെ കുറച്ച് പറഞ്ഞാണ്. സനില, ഓക്കെ. ഞാനിപ്പോ ഈ പറഞ്ഞ പോയിന്റുകളൊന്ന് തിരിച്ചിങ്ങനെ പറഞ്ഞ ഓർമ്മ ചെയ്യുന്നുണ്ട്. ഇതായിരിക്കണം നമ്മുടെ ജോലിക്ക്. ഇതിനകത്ത് നിങ്ങൾ ആഡ് ചെയ്തോട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്തോ. ഞാൻ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധയോട് വന്നു മാത്രമേ ഉള്ളൂ. What is your strength in your life, Sanila? ചോദിച്ചാൽ സനില എന്ന് പറഞ്ഞു. My strength is my strength is my adaptability to any situation. Okay. പിന്നെ I am able to face any challenges in life. Okay. And I always keep responsibility. Yes, correct. I always keep the responsibility. I will complete my work on time. I have a strong work ethics. Okay. Work ethics. Okay. Very good. അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റുകളെ നിങ്ങളുടെ I always keep honesty and sincerity in work. Okay. അല്ലെങ്കിൽ in my task. Very good. എന്നെ ഏൽപ്പിക്കുന്നത് ഞാൻ നന്നായിട്ട് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ്.
I will do everything with honesty. സത്യസന്ധമായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. യെസ്, ഓക്കെ ഓക്കെ, അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. യെസ്. അപ്പൊ ഇവിടെ ഞാനൊരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ അടുത്ത കാലത്ത് ആരെ വിളിക്കാൻ? നമുക്ക് വിളിക്കാം. സൗമ്യ. സൗമ്യ സൗമ്യ ഇല്ല. ഓക്കെ 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 സഫീറ. ഓക്കെ ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ 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 ഓക്കെ. യെസ്. സൂര്യ സുരേന്ദ്രൻ. Yes, sir. സൂര്യ, ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം ചോദിക്കുന്നത് സൂര്യയോടാണെങ്കിലും നിങ്ങളുടെ എല്ലാവരോടും. നിങ്ങൾ ഒരു വക്കീലാണ്. ഓക്കെ ഓക്കെ സൗമ്യാവുന്നുള്ളൂ. സൂര്യ, നിങ്ങൾ എല്ലാവരും വക്കീലാന്ന് വിചാരിക്കുക. സൂര്യയും ഒരു വക്കീലാന്ന് വിചാരിക്കുക. അപ്പൊ സൂര്യയുടെ അടുത്തേക്ക് ഒരു പ്രതി വരും. ആ പ്രതി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിയാണ്. പ്രതി വന്നിട്ട് പറയുന്നത് എന്നെ രക്ഷിക്കണം, കുറ്റമൊക്കെ ഞാൻ ചെയ്തതാണ്, 10 ലക്ഷം രൂപ ഞാൻ വക്കീൽ ഫീസായിട്ട് തരാം, എന്നെ രക്ഷിക്കണം. ഇനിയാണ് എന്റെ ചോദ്യം, സൂര്യ ആ കേസ് ഏറ്റെടുക്കുമോ ഇല്ലേ? ഇതാണ് ചോദ്യം. യു ആർ എ ലോയർ. വർക്കിംഗ് എത്തിക്സ് ഉള്ള കാരണം നമ്മൾ അങ്ങനത്തെ കേസുകൾ കഴിയുന്നത് ഒഴിവാക്കും. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ഞാൻ വരാം. ഓക്കെ, ഞാൻ മറുപടി ഇതിലേക്ക് വരാം കേട്ടോ. ഞാൻ നേരത്തെ വർക്ക് എത്തിക്സ് എന്ന് പറഞ്ഞല്ലേ, അപ്പൊ അതുകൊണ്ട് വരാം. പക്ഷെ ഇവിടെ 10 lakh rupees ആണ്, നമുക്ക് കാശിന് ആവശ്യമുണ്ട്, വീടുപടി ഇറക്കിയാണ്. അപ്പൊ നമുക്കത് ആവശ്യമില്ല. സൗമ്യ Sir, it's my duty to എന്താ പറയാ, argue for a client, അല്ലേ? yes. Yes. It's my job duty. Whatever he done, my duty is to save that patient, save that client. Client. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ സൗമ്യ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അപ്പൊ അങ്ങനെ 10 ലക്ഷം രൂപ വാങ്ങി അത് സൗമ്യ അയാൾ രക്ഷിച്ചു. അപ്പൊ അയാൾക്ക് പിന്നെ തോന്നിയത് 10 ലക്ഷം രൂപയും സൗമ്യ അഡ്വക്കേറ്റും ഉണ്ടെങ്കിൽ ഏത് കേസിൽ നിന്നും എനിക്ക് ഊരി പോരാമല്ലോ. അപ്പൊ അതുകൊണ്ട് അടുത്തൊരു ഇതേപോലെയുള്ള കേസിലോട്ട് പുള്ളി പോവുകയാണ്. എന്നിട്ട് വന്നിട്ട് പറയാണ്, ഞാൻ രണ്ടാമത് അതേപോലത്തെ ഒരു ക്ലെയിമിൽ പെട്ടിട്ടുണ്ട്, സേവ് മീ. Yes. So I am doing my job. Yes. Okay. Whatever it may be. We all know that the famous lawyer died last week. Soumya. Yes. Okay. Because he is the person, his responsibility is to save his client. Okay. Sir, I believe myself that the job responsibility. Yes. Okay. Very good. Okay. ഇത് ഞാൻ പറയാൻ കാരണം നമ്മളിവിടെ എത്തിക്സ് എന്ന് പറയുന്ന ജോലി സംബന്ധമായ എത്തിക്സ് എന്ന് പറയുന്ന വേർഡ് നമ്മളോട് ഉപയോഗിച്ചു. അതിനോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് ഒരു വക്കീലായിട്ടുള്ള ഒരു 600 മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഓരോന്നോരായിട്ട് കമന്റുകൾ വായിച്ചു. ആ കമന്റിന്റെ ഇതാണ് ഇപ്പൊ സഫീർ ഇവിടെ കറക്റ്റ് ആയിട്ട് ആ പേരെടുത്തിട്ട് ആളൂരാണോ സാർ ഉദ്ദേശിച്ചത് എന്ന്. ഓക്കെ അല്ല, അത് മാത്രമല്ല, ഞാനിങ്ങനെ എത്തിക്സിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ വലിയ ഓക്കെ നമ്മൾ സഫീറിനോട് ചോദിച്ചില്ല. സഫീറയാണ് ആ വക്കീലെങ്കിൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിലല്ല, നൗ യു ആർ ആൻ അഡ്വക്കേറ്റ്. ഞാനൊരു അഡ്വക്കേറ്റ് ആണെങ്കിൽ, ഞാനൊരു ക്രിമിനൽ ലോയർ ആണെങ്കിൽ ഞാൻ ആ കേസ് ഏറ്റെടുക്കും. അതിന്റെ ജോബാണ്. യെസ്. ഓക്കെ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ സമൂഹത്തോടൊരു നീതികേടാവൂലേ? അയാൾക്ക് വീണ്ടും കുറ്റം ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണതയാവൂലേ? ആണ്, പക്ഷെ എന്റെ ജോലി അതാണല്ലോ.
യെസ് ഞാൻ ക്രിമിനൽ ലോയർ ആണാകുമ്പോ എന്റെ ജോബ് അതാണ്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. കീർത്തന വിനോദ് അഭിപ്രായം ഇനി ഞാൻ ആരെയും വിളിക്കുന്നില്ലല്ലോ, ഓരോരുത്തർക്ക് അഭിപ്രായം പറയാം. പക്ഷെ ആളൂര് മരിച്ചപ്പോ ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു. യെസ്. ഓക്കെ 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 ശരിയാണ്. ഞാൻ തന്നെ ഈ ആളൂരിന്റെ കേസ് വാദിച്ച വിധി വരുമ്പോഴേ ഞാൻ അങ്ങനെ തന്നെ പ്രാഗിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം എടുക്കത്തില്ല. 10 ലക്ഷമല്ല 10 കോടി തരാമെന്ന് പറഞ്ഞാലും കേസ് ഏറ്റെടുക്കില്ല. ഞാൻ എടുക്കത്തില്ല. ഞാൻ അങ്ങനെ മരിച്ചെന്ന് എഴുതി കാണിച്ചപ്പോഴേ ഞാൻ സന്തോഷിച്ചു. ഇങ്ങനെ വണ്ടി കയറി ചത്താ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. യെസ്. ഓക്കെ 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 യെസ്. ഓക്കെ ഓക്കെ. ഇനി ഈ ആൾക്കാർ വേറെ ആർക്കെങ്കിലും അഭിപ്രായം പറയാം? നിങ്ങൾ അഭിപ്രായം പറയൂ, ചിന്തിക്കൂ. സർ, പറയൂ സാർ. നമ്മള് ജോലിയാണെങ്കിലും ആ ജോലി ചെയ്യുമ്പോ നമുക്ക് മനസ്സിനൊരു തൃപ്തി ഉണ്ടാവണ്ടേ? യെസ്. ആ ഒരു നമ്മൾ ചെയ്യുന്നത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ കേസ് എടുക്കില്ല. പൈസ തരാമെന്ന് പറഞ്ഞാല് ഞാനാണെങ്കിൽ ഒരു പക്ഷെ എടുക്കില്ല. യെസ്. വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെയാണ്. ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും? അങ്ങനെയാണെങ്കിൽ ക്രിമിനൽ ലോയേഴ്സിന്റെ ആവശ്യമില്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. യെസ്. നമ്മളത്തെ എല്ലാരും ലോയേഴ്സ് ആണ്. ആരും ക്രിമിനൽ കേസുകൾ ഒന്നും ഏറ്റെടുക്കില്ലെങ്കിൽ എന്താ ഉണ്ടാവും? ഓക്കെ ഓക്കെ. അപ്പൊ സൗമ്യ വേറൊരു ആംഗിളില്, സനില വേറൊരു ആംഗിൾ, രണ്ട് ആംഗിളിലാണ് സംസാരിക്കുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. യെസ്. ഓക്കെ. ഫർസാനക്ക് ഇതൊക്കെ കാണുമ്പോ എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടാവുമല്ലോ. യെസ്. ഓക്കെ. ഇനി ആർക്കെങ്കിലും പറഞ്ഞോളൂ. തസ്ലീം അഭിപ്രായം പറയൂ. ഇടക്ക് വെച്ചൊന്ന് സ്കിപ്പായി, നെറ്റ് കണക്ഷൻ പോയായിരുന്നു. എനിക്ക് ഇതിന്റെ ഇടയിൽ എന്തൊന്നും സംഭവിച്ചെന്ന് മനസ്സിലായില്ല. അതെ അതെ അതെ. യെസ്. വേറെ ഒന്നുമില്ല. നമ്മുടെ ഈ ക്രിമിനൽ ലോയർമാര് പ്രതികൾക്ക് വേണ്ടി ഹാജരായി അവരെ രക്ഷിച്ചുകൊണ്ട്, കുറ്റം ചെയ്ത ആളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത് ആ പ്രവണതയെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. അപ്പോ തസ്മി ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യും? ഒരാളെ, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചൊരു പ്രതി വന്നിട്ട് 10 ലക്ഷം രൂപ തസ്മിക്ക് തരാം, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വക്കീൽ എന്ന നിലക്ക് തസ്മി അയാളൊപ്പം നിൽക്കുമോ ഇല്ലയോ? ഇതാണ് ചോദ്യം. ഇംഗ്ലീഷിൽ തന്നെ പറയണോ സാറേ? മലയാളത്തിലായിരുന്നെങ്കിൽ എന്തെങ്കിലും നോക്കായിരുന്നു. കുഴപ്പമില്ല, അത് മലയാളത്തിൽ പറഞ്ഞു, കുഴപ്പമില്ല. ഇംഗ്ലീഷിലോട്ട് ആക്കാം. തീർച്ചയായിട്ടും അവരുടെ കൂടെ നിക്കില്ല. കാരണം ഈ നമ്മളിപ്പോഴത്തെ ലോയൊക്കെ അനുസരിച്ച് വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പൊ എന്തായാലും അവരെ കൂടെ നിക്കൂല, അതിന് എതിരെ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ പ്രതികരിക്കും. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്താ പറയാ, സനിലയുടെ അഭിപ്രായം തന്നെയാണ് തസ്മിക്ക്. യെസ്. ഇനി സൗമ്യയുടെ അഭിപ്രായമുള്ള എത്ര പേരുണ്ട്? ബീയിങ് ദ ലോയർ ടു പ്രൊട്ടക്ട് എ ക്ലൈന്റ് ഈസ് ദ ഡ്യൂട്ടി. സൂര്യ സുരേന്ദ്രൻ, ആര്യ വേണുഗോപാൽ, ദർശന സർ, സുരേഷ്. ഞാൻ വർക്കിംഗ് എത്തിക്സ് ഉള്ള കാരണം അതിന്റെ ഒപ്പം നിക്കില്ല, വേണ്ടാന്ന് വെക്കും എന്നാണ് പറഞ്ഞിരുന്നത് നമ്മള്. ഓക്കെ ഓക്കെ ഓക്കെ. ആര്യ എന്ത് പറയുന്നു? ഇന്ന് ആര്യ വന്നില്ല. ആര്യ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുന്ന കൂട്ടത്തിൽപ്പെട്ടാണല്ലോ. സാർ, ഈ ലോയേഴ്സിന്റെ എത്തിക്സിൽ അത് പറയുന്നുണ്ട്. ഏത് ക്ലെയിംസ് ആയിക്കോട്ടെ, അത് വന്നു കഴിഞ്ഞാലും വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റി ടു സേവ് ഹിസ് ക്ലൈന്റ്. അല്ലാതെ അവർക്ക് അത് റിജക്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഞാനിപ്പോ 4 വർഷം അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് ജോബ് ചെയ്ത വ്യക്തിയാണ്. അപ്പൊ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എന്റെ അഡ്വക്കേറ്റ് ക്രിമിനൽ ലോയർ ആണ്, എല്ലാം സിവിൽ കേസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോ അവര് വന്ന ക്ലയന്റിന് എന്ത് ചെയ്യാ, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് നോക്കേണ്ട ആവശ്യമില്ല. സമൂഹം ഒരു സൈഡില് സമൂഹമായിരിക്കും വാദിക്കുക, പബ്ലിക് ലോയർ ആയിരിക്കും വാദിക്കുക. പക്ഷെ എന്നാൽ പോലും അവരുടെ ഡ്യൂട്ടി ആ ക്ലയന്റിനെ ഒന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് നെഗറ്റീവ്സ് ഉണ്ടാവും, പോസിറ്റീവ്സ് ഉണ്ടാവും. അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണെന്നേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ കാര്യം ശരിയാണ്, ഇതൊക്കെ മോശമായ പ്രവൃത്തിയാണെന്ന് എനിക്കറിയാം. എന്നാലും അതെ. ഓക്കെ ഓക്കെ. അപ്പൊ സൗമ്യ
തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പറയാൻ അറിയാവുന്നതാണ്. കാരണം ഷീ വർക്ക് ഓഫീസിൽ ജോലി ചെയ്ത ഒരാളാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ കുറെ കാര്യങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാളാണ്. ഓക്കെ 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 യെസ് യെസ്. അത് ഞാനിപ്പോ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ മനസാക്ഷിക്ക് വിടുന്നു. ഓരോരുത്തര് അവരവരുടെ എന്താ പറയാ ജീവിത രീതി അനുസരിച്ച് ചിന്താഗതി അനുസരിച്ച് എടുക്കുക. ഇതുമായി ബന്ധപ്പെട്ടേ ഞാനൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അന്ന് ആ പ്രോഗ്രാം തൃശ്ശൂര് ടൗൺ ഹാളിൽ അവതരിപ്പിച്ചപ്പോ അതിൻ്റെ അകത്ത് ഒരു വാചകവും ഇത് ഇങ്ങനെ ഉണ്ടായി. അതായത് കേരളം ഒരു ഗോൾഡ് സ്റ്റോൺ കൺട്രി ആകണമെങ്കിൽ ഗുണ്ടകൾക്കോ ക്രിമിനലുകൾക്കോ വേണ്ടി ഒരു അഡ്വക്കേറ്റും കോടതിയിൽ ഹാജരാവുകയില്ല എന്ന് പറയുന്ന ഒരൊറ്റ തീരുമാനം എടുത്താൽ മതി എന്നൊരു വാചകം അതിൻ്റെ അകത്തൊരു കഥാപാത്രം പറയുന്നത്. ഞാൻ തന്നെ എഴുതിയ സംഗതിയാണ്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കരമായൊരു കയ്യടി കിട്ടി. ഞാനത് എഴുതാനുള്ള കാരണം, അങ്ങനെ ഒരു വാചകം ഞാനത് എഴുതാനുള്ള കാരണം വർഷങ്ങൾക്ക് കുറെ നാളുകൾ മുമ്പ് ഈ തമിഴ്നാട്ടില് ഒരു റെസിഡൻഷ്യൽ ഏരിയ, ആ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ആ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വാനിന്റെ ഡ്രൈവർ പീഡിപ്പിച്ച ഒരു കേസിലായിരുന്നു. അന്ന് മദ്രാസ് ബാർ അസോസിയേഷൻ ഒരു തീരുമാനമെടുത്തു, ഈ ക്രിമിനലിന് വേണ്ടി ഈ ബാറിൽ നിന്ന് ആരും ഹാജരാകില്ല. അപ്പൊ മദ്രാസ് ബാർ അസോസിയേഷൻ അന്നെടുത്തൊരു തീരുമാനമാണ്. കാരണം അത്രയും വളരെയധികം പൈശാചികമായിരുന്നത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, സ്ഥിരം ആ വണ്ടിയിലാണ് കുട്ടി സ്കൂളിൽ പോകുന്നത്. പക്ഷെ ഒരു ദിവസം ആ കുട്ടി മാത്രമായപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഒരു ന്യൂസ് ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്. അപ്പൊ ആ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വന്നു വിചാരിച്ചിട്ട് നേരത്തെ സൗമ്യ പറഞ്ഞ പോലെ വക്കീലിന്റെ ജോലിയാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരാകുക എന്നുള്ളത്. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കേണ്ടത് കോടതിയാണ്. അവിടെയാണ് സത്യം ബോധ്യപ്പെടുന്നത്. ഓക്കെ, ഇനി നിങ്ങളൊരു കഥാകൃത്താണെങ്കിൽ, നിങ്ങളൊരു എഴുത്തുകാരനായി, ഇപ്പൊ നേരത്തെ അവിടെ ആരാണ് കീർത്തന വിനോദന്റെ കാര്യം പറഞ്ഞു. ഈ ആളുകൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് സന്തോഷിച്ചു. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇയാളുടെ ബാക്കിലേക്ക് പോകുമ്പോൾ ഇയാളെ ഇങ്ങനെയാക്കിയ ഒരു സാഹചര്യം ചിലപ്പോൾ എവിടെയെങ്കിലും കിടപ്പുണ്ട്. നമ്മളെപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ഭാവന ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് ബാക്കിലോട്ട് പോകുക. ഇയാൾ ഇങ്ങനെ ആയിരുന്നില്ല. ഒരു പക്ഷേ 15 സമീര ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി ഇങ്ങനെ ആയിരുന്നില്ല. അതിൽ നിന്ന് പുള്ളി ഇങ്ങനെ ആയിക്കഴിയാൻ അതിൻ്റെ അകത്തേക്ക് നയിച്ച വേറെ കാരണങ്ങൾ വേറെ ഉണ്ടാവും. യെസ്. അപ്പൊ അങ്ങനെ പോകുമ്പോഴാണ് നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ കഥാകൃത്ത് എങ്ങോട്ട് വരുന്നത്, പുറത്തേക്ക് വരുന്നത്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും. യെസ്, അതിനൊരു കാരണം കണ്ടുപിടിക്കുക, ആ കാരണത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പൊ തീർച്ചയായിട്ടും ഇത് വരും. നിങ്ങൾ കിടക്കുന്ന ആ കലാകാരി അത് പുറത്തേക്ക് വരും. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾ വളരെ ചിന്തിക്കുന്ന കൊടുത്തിട്ടുണ്ടായിട്ട് വെരി ഗുഡ് വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ്. എല്ലാവരും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ട്, ഇന്നതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അത് വളരെ നല്ല കാര്യമാണ്. ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, ഇത് നമ്മുടെ വൊക്കാബുലറി ടെസ്റ്റിലേക്ക് ഞാൻ പോവുകയാണ്. യെസ്, ഇതിന് ഞാൻ അങ്ങനെ മാർക്കൊന്നും രേഖപ്പെടുത്തുന്നില്ല. കാരണം ഇത് വളരെ സിമ്പിൾ ആയ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അല്ല, ഇതിന് മാർക്ക് പറയാം. യെസ്, കാരണം വേറെ. ഓക്കെ, അപ്പോ ഇന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസറുകളെല്ലാം ആരംഭിക്കുന്നത് ഇ എന്ന് പറയുന്ന അക്ഷരത്തിലാണ്. ഇ മീൻസ് 11. ഓക്കെ, ഇ. വെരി സിമ്പിൾ ചോദ്യമാണ്. എ ബോഡി പാർട്ട്, BODY, എ ബോഡി പാർട്ട് യൂസ്ഡ് ടു ഹിയർ. സൗമ്യ, കീർത്തന, സൂര്യ. സൗമ്യ, കീർത്തന ആൻഡ് സൂര്യ.
Okay, very simple, very simple. That is called year. Okay. അടുത്തത് a festival connected with X, EGGS, X. A festival connected with X. Kirtana, Jasna, Safira. Kirtana, Jasna and Safira. ഇതുമായിട്ട് അതിന് ബന്ധമുണ്ടോ? എന്താണ് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയാട്ടോ. യെസ്, ഇതിന്റെ നമ്മളെ ഈ ഈസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു കോഴിമുട്ടയുടെ ആകൃതിയില് ഒരു കളറൊക്കെ കൊടുക്കുന്ന പരിപാടി അങ്ങനെ ഉണ്ട്. യെസ്, ഓക്കെ. അടുത്തത് ഓപ്പോസ്. ഓക്കെ സഫീറ, ഞാൻ കേട്ടിട്ടില്ല അതുപോലെ ചോദിച്ചത്. യെസ്, ഓപ്പോസിറ്റ് ഓഫ് ഹാർഡ്, HARD, ഹാർഡ്. ഓപ്പോസിറ്റ് ഓഫ് ഹാർഡ്. ജസ്ന, സൂര്യ, സനില. ജസ്ന, സൂര്യ, സനില. ഓക്കെ. ജസ്ന, സൂര്യ, സനില. യെസ്, ഓക്കെ, കറക്റ്റ്. അടുത്തത് ഓപ്പോസിറ്റ് ഓഫ് ഗുഡ്. ഓപ്പോസിറ്റ് ഓഫ് ഗുഡ്. ഈ തുടങ്ങും. ഇന്ന് ഹരികർ നഗർ സിനിമയുടെ സെക്കൻഡ് പാർട്ട് അറിയില്ല, ഒരു ഗോസ്റ്റ് ഹൗസ് സിനിമയുടെ, അതിൻ്റെ അകത്ത് ഈ വേട് കരുതുന്നുണ്ട്. ആ സിനിമയില് നെടുമുടി വേണു പല പ്രാവശ്യം പറയുന്നുണ്ട് ഈ വേട്. യെസ്, സൂര്യ, ജസ്ന, സൂര്യ, ജസ്ന, ഒരാളും കൂടി സനില. സൂര്യ, ജസ്ന ആൻഡ് സനില. ഓക്കെ. ഈവിൾ, ഗുഡ് സ്പിരിറ്റ് ആൻഡ് ഈവിൾ സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. ഗുഡ് സ്പിരിറ്റ് ആൻഡ് ഈവിൾ സ്പിരിറ്റ്. അടുത്ത് ഞാനൊരു മീനിങ് ആണ് പറയുന്നത്. നിങ്ങൾ എന്നെ ഒരു വൺ വേർഡ് പറഞ്ഞാൽ മതി. ഈ നോട്ട് ഫുൾ. നോട്ട് ഫുൾ. സൂര്യ, സനില, ജസ്ന. സൂര്യ, സനില, ജസ്ന. empty. ഓക്കെ ജിനി, ഓക്കെ സഫീറ, കറക്റ്റ് ആണ്. അടുത്തത് ഓക്കെ സഫീറ, കറക്റ്റ്. ചോദ്യം ഇതാണ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ലാർജ് ഗ്രേ അനിമൽ. എ ലാർജ് ഗ്രേ അനിമൽ. ജസ്ന, സനില, സഫീറ. ജസ്ന, സനില, സഫീറ. നമ്മളെ ഈ ആന എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലാക്ക് കളറാണ് നമ്മൾ പറയും. പക്ഷെ കാട്ടിൽ നിങ്ങൾ ആന കണ്ടിട്ടുണ്ടോ? ദാറ്റ് ഈസ് ഗ്രേ കളറാണ്. ഇവിടെയാണ് നമ്മൾ കൊണ്ടുപോയി കുറച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കുക. ഓക്കെ ജസ്ന. പക്ഷെ കാട്ടിൽ ആന കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഗ്രേ കളർ. നമ്മുടെ ആ സങ്കല്പം പോകും. യെസ്, കാരണം അവിടെ അതിന്റെ അരികത്തേക്ക് ചെല്ലാൻ പറ്റില്ല. യെസ്. അടുത്തത് ചോദിക്കുന്നത് നിങ്ങളുടെ കളിയാക്കുന്നതിന് തുല്യമാണ്. എന്നാലും ഇതിനകത്ത് ചോദ്യം അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ദ നമ്പർ ആഫ്റ്റർ 10. സഫീറ, ജിനി, ജസ്ന. സഫീറ, ജിനി നേരത്തെ വന്നിട്ടില്ല അല്ലെ? ജിനി ആൻഡ് ജസ്ന. ഓക്കെ കറക്റ്റ് ആണ്. അത് ചോദിക്കുന്നത് നിങ്ങളുടെ നിലവാരത്തിന് മോശമാണ്.
യെസ്. അടുത്തത് ഓപ്പോസിറ്റ് ഓഫ് എക്സിറ്റ്, EXIT. ഓപ്പോസിറ്റ് ഓഫ് എക്സിറ്റ്. തസ്നി, സൂര്യ, സലിൽ. തസ്നി നേരത്തെ വന്നിട്ടില്ല അല്ലെ? തസ്നി, സൂര്യ ആൻഡ് സലിൽ. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. സഫീറ ഉണ്ട്. ഓക്കെ സഫീറ. യെസ്. ഓക്കെ 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 ശരി ശരി. ജസ്റ്റ് വന്നിട്ടുണ്ട്. യെസ്. അടുത്തത് സിമ്പിൾ ആണ്. നോർത്ത്, സൗത്ത്, വെസ്റ്റ് ആൻഡ് ഡാഷ്. ജസ്ന, സഫീറ, ജിനി. ജസ്ന, സഫീറ, ജിനി. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് കോൾഡ് ഈസ്റ്റ്. അതുകൊണ്ടാണ് ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ തസ്നി. ഓക്കെ, ന്യൂസ്. ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർത്തിൽ നിന്നും സൗത്തിൽ നിന്നും ഈസ്റ്റിൽ നിന്നും വെസ്റ്റിൽ നിന്നും വരുന്ന വാർത്തകൾ ചേരുമ്പോഴാണ് ന്യൂസ് ആവുന്നത്. ന്യൂസ്. ഓക്കെ 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 എല്ലായിടത്തുള്ള വാർത്തകൾ. യെസ്. അടുത്ത ഞാനൊരു എക്സ്പ്ലനേഷൻ പറയാം. നിങ്ങൾ എന്റെ വൺ വേർഡ് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. ഓക്കെ. വെൻ something is old and it cannot be eaten, so it is dash. Something is old and it cannot be eaten, so it is dash. എല്ലാ തസ്നിയും ഒന്നുകൂടി ആലോചിക്കും. നിങ്ങൾ ഈ വാക്ക് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ സൗമ്യ, ജിനി, ജസ്ന. സൗമ്യ, ജിനി ആൻഡ് ജസ്ന. ഓക്കെ 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 ഓക്കെ. എക്സ്പയറി, ഇറ്റ് ഈസ് എക്സ്പയർഡ്. നമ്മളെപ്പോഴും സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് എക്സ്പയറി ഡേറ്റിൽ നോക്കുന്നത്. എക്സ്പയർഡ്. യെസ്. അടുത്തത് ഓപ്പോസിറ്റ് ഓഫ് cheap, CHEAP, cheap. Opposite of cheap. Safira, Tasni, Saumi. Safira, Tasni and Safira, Tasni and Narana. സൗമ്യ. Yes, okay. Very good. Cheap, expensive. Yes. அடுத்தது simple. The part of the body that you can see with. Safira, Jasna, Saumya. Safira, Jasna and Saumya. It is a very simple question. Simple question. Yes. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഞാൻ നിങ്ങളോട് കുറച്ച് ഐക്കോണിക് ക്യാരക്ടർ പറഞ്ഞിട്ട് അത് ഏതിനകത്തേക്ക് ചോദിച്ചിട്ടുണ്ട് സിനിമയില്. യെസ്, ചോദിച്ചതാണല്ലേ? ഓക്കെ. അപ്പൊ അത് വിട്ടേക്കാം. ഓക്കെ. ഒരു സംശയം ചോദിച്ചാൽ. യെസ്. ഓക്കെ. അപ്പോ 25 ഇനി നമുക്ക് അടുത്ത ദിവസം ചോദിച്ചാൽ മതി. യെസ്. ഒന്നുകൂടെ. യെസ്. ഇതിന് മാർക്കില്ല കേട്ടോ. അത് വെരി സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ. ഇത് മാർക്കില്ല, വെറുതെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇതാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. ദി ഡാഷ് ടവർ ഓഫ് പീസ. ദി ഡാഷ് ടവർ ഓഫ് പീസ. ഒരു വാക്ക് അവിടെ ഉണ്ട്.
ദി ഡാഷ് ടവർ ഓഫ് പീസ. മലയാളത്തിൽ പറയുമ്പോ പീസയിലെ ചെരിയുന്ന ഗോപുരം. The dash tower of tower, TOWER, tower of Pisa, PISA. That's the name of a place. Okay, Safira, very good, very good. Leaning tower of Pisa, leaning. Is that correct? Okay. ഇതാണ് നമുക്ക് ഇനി അടുത്തത് ചോദിക്കാനുള്ളത്. ഓക്കെ, അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമാണ്. കീർത്തനക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. തസ്നിയക്ക് കിട്ടിയിട്ടുണ്ട് 2 പോയിന്റ്. ജിനി ജോണിക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സൗമ്യക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സൂര്യക്ക് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സനിലക്ക് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സഫീറക്ക് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ്. ഇനി ജസ്നക്ക് കൂടുതൽ പോയിന്റ് 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യെസ്, ജസ്നക്കാണ് കൂടുതൽ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. ഓക്കെ ജസ്ന, യെസ്, വെരി ഗുഡ്. നിങ്ങളുടെ നിലപാടുകളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റി. സോ അങ്ങനെ നിലപാട് ഒന്നും വേണ്ടാത്തവരല്ല. നമുക്ക് എപ്പോഴും ശരിയായാലും തെറ്റായാലും നമ്മുടെ കയ്യിലൊരു അഭിപ്രായമില്ല. യെസ്, അഭിപ്രായം ചിലപ്പോൾ പിന്നീട് മാറ്റേണ്ടി വന്നേക്കാം, എന്നാലും നമുക്കൊരു അഭിപ്രായം ഉണ്ടാകും. Okay, very good. We will meet in the next class. Okay, bye.